മലയാള കലാനിലയവും കൈരളി ബുക്സും ചേർന്ന് കൂത്തുപറമ്പ് മാറോളിഗഡ് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന കലാകൈരളി പുസ്തകോത്സവത്തിൽ മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ ചർച്ചയും സംവാദവും നടന്നു. മാറോളിഗഡ് സ്ക്വയറിൽ കൂത്തുപറമ്പ് SP കെ സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ DYSP പ്രിൻസ് അബ്രഹാം മുഖ്യാതിഥിയായി. മാധ്യമപ്രവർത്തകരായ MR രജീഷ്, ഉന്മേഷ് പായം, ഗ്രന്ഥകാരൻ നവാസ് മേത്തർ, അന്വയ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയവുമായി ഏറെ ബന്ധപ്പെട്ട അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം. വളരെ വ്യക്തമായി ഇതിലുള്ള അധ്യായങ്ങളിലെ പോലീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ കൂത്തുപറമ്പ് ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട 90കളിലെ കാഴ്ച അല്ലെങ്കിൽ നമുക്ക് ഭീതി ജനിപ്പിക്കുന്ന കാര്യങ്ങൾ തീർത്തും പൂർണ്ണമായ രീതിയിൽ തന്നെ നമുക്ക് മുന്നിൽ ഇപ്പോൾ ഇവിടെ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ 10ഓളം പുസ്തകങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിന്റെ ഉള്ളടക്കങ്ങൾ വായിച്ചപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കണ്ണൂർ ജില്ല ജോലി ചെയ്യാൻ ഏറ്റവും കരുതൽ വേണ്ട ജില്ലയാണ്. അപ്പൊ ഈ കൊലപാതകം ഇങ്ങനെ നിരത്തി ബോഡി ഇടില്ല, ബോഡി നിരത്ത് വെറും ബെഞ്ചാണ് ഈ മോർച്ചറിയിൽ. അപ്പൊ ഈ മോർച്ചറി കൂട്ടിയിട്ടുണ്ടോ? അപ്പൊ മോർച്ചറിയിലെ പൊട്ടിയ വാതിലിനുള്ളിലൂടെയാണ് ഞാൻ നോക്കുക അതിനകത്ത് ബോഡി ഉണ്ടോ. ബോഡി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ രജിസ്റ്റർ പോയി എടുത്തിട്ട് ആ രജിസ്റ്ററിൽ നിന്ന് പേരും അഡ്രസ്സും എടുത്തിട്ട് അന്വേഷിക്കാൻ പറ്റും. ഫോണൊന്നും ഇല്ലല്ലോ, വ്യാപകമായ ഫോണൊന്നുമില്ല. അഡ്രസ്സ് കണ്ടെത്തി അന്നത്തെ ഈ നമ്മുടെ ടെലിഫോൺ ഡയറക്ടറി, ഇന്ന് ഡയറക്ടറി ഇല്ല, ഇത്രയും കട്ടിയുള്ള ഡയറക്ടറിയാണ്. പ്രത്യേകിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കിപ്പോൾ പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വളരെ എന്താ പറയേണ്ട ഒരു പ്രയാസമില്ലാത്ത ജോലിയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു മാധ്യമ പ്രവർത്തകന്റെ എന്തൊക്കെ കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ഇതിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കൂത്തുപറമ്പ്.